അപ്പം ബോട്ടിൽ ചലഞ്ച് തുടങ്ങി. ബോട്ടിൽ ചലഞ്ചിൽ ആദ്യം ചക്കിയാണ് കളിക്കുന്നത്. അപ്പോൾ എത്ര കുപ്പി നമ്മൾ കറക്റ്റായിട്ട് വയ്ക്കുന്നു, ലാസ്റ്റ് ആരാണ് ഏറ്റവും അതായത് എല്ലാ കുപ്പിയും കറക്റ്റായിട്ട് വയ്ക്കുന്നത് അവരാണ് വിന്നർ. അപ്പം അങ്ങനെയാണ് നമ്മളെ ഗെയിം. അപ്പം വിന്നറിന് നമ്മൾ പ്രൈസും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ചക്കി ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചക്കി എത്ര എണ്ണം കറക്റ്റായിട്ട് വെക്കുന്നതെന്ന് നോക്കാം. തക്കു കള്ളക്കളി കളിക്കാൻ പാടില്ല. തക്കു ബാക്കിൽ പോയി നിൽക്കും. ചക്കി എല്ലാം വെച്ചു. ചക്കി എല്ലാം കൺഫേം ആക്കിയോ? ഇത്ര ഉള്ളോ? ഒന്നും ശരിയല്ല, ബാക്കി പൊക്കോ. ഇനി അടുത്ത തക്കുവിൻ്റെ പോയാണ്. തക്കു ഓരോന്നും വെക്കുകയാണ്. എല്ലായിടത്തും മാറ്റി ഒന്നേന്നും പറഞ്ഞ് വയ്ക്കാൻ വേണ്ടി പോവാണ് തക്കു. തക്കുവിന് ചക്കി വെച്ചതൊന്നും പറ്റുന്നില്ല. ഒരെണ്ണം വെച്ചു. ഇനി അടുത്തത് ചിന്തിക്കുകയാണ്. ഭയങ്കര ചിന്തിച്ചു കൊണ്ടാണ് തക്ക വയ്ക്കുന്നത്. ചിന്തിച്ചിട്ട് വെക്കുന്നില്ലേ, വീണ്ടും ചിന്തിക്കുകയാണ്. കണ്ണിലൊക്കെ പിടിച്ചാണ് ചിന്തിക്കുന്നത്. അടുത്ത വെച്ച് എവിടെയെങ്കിലും ഒരിടത്ത് വെക്കൂ തക്കു. ചുമ്മാ അവിടെ എവിടെയും കളിച്ചോണ്ടിരിക്കാതെ വെക്കേ. അടുത്ത് വെച്ചു. വെച്ചില്ലേ, വെക്കടാ എവിടെയെങ്കിലും. വെച്ചു. അടുത്ത് വെച്ചു. നോക്കാൻ പാടില്ല, അത് കള്ളക്കളിയാണ്, ഫൗളാണ്. അങ്ങനെയൊന്നും നോക്കാനൊന്നും പാടില്ല. ഗെയിം ആകുമ്പോൾ ഗെയിമായിട്ട് കളിക്കുക. തക്കു അടുത്തത് വെച്ചു. വെക്കിഞ്ഞ അടുത്ത വെക്കടാ. വേഗം വേഗം വെച്ച തക്കു. ഓക്കെ, അടുത്ത വെച്ചു. ഒരിടത്ത് വെച്ചേ വേഗം. തക്കുവാണ് സമയം മൊത്തം എടുക്കുന്നത്. ഓക്കെ, കഴിഞ്ഞോ? എല്ലാം ആയോ? ഒന്ന് ശരിയുണ്ട്. മുത്തിൻ്റെ പോയാണ്. മുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തിന് 2 എണ്ണം ശരിയുണ്ട്. അടുത്തത് അമ്മമ്മയുടെ കളിയാണ്. അമ്മമ്മ കളിക്കുകയാണ്. അപ്പോൾ അമ്മമ്മയ്ക്ക് കൊച്ചുങ്ങൾ വെച്ചതൊന്നും പറ്റാഞ്ഞിട്ട് എല്ലായിടത്തും മാറ്റിയിട്ട് ഒന്നേന്നും പറഞ്ഞ് വെക്കാൻ പോവാണ്. അപ്പോൾ എത്ര എണ്ണം ശരി ഉണ്ടാവും നോക്കാം. ഓക്കെ, വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ശരിയാണ്. ഇത് കള്ളക്കളിയാണ്. ഇവിടെ ഇനി നോക്കിയിട്ട് ഇനി തിരിച്ചു പോയി കളിക്കാനൊന്നും പാടില്ല. ഇനിയിപ്പോൾ അവിടെ ഇരുന്നോ, ഇനി കൊച്ചു മക്കൾ മാത്രം കളിച്ചോട്ടെ. അമ്മാമ്മ കള്ളക്കളി കളിച്ചു. ചക്കി വീണ്ടും അതേപോലെ അമ്മാമ്മ വെച്ചതൊന്നും പറ്റാഞ്ഞിട്ട് എല്ലായിടത്തും മാറ്റിയിട്ട് ഒന്നേന്നും പറഞ്ഞ് കളിക്കാൻ പോവാണ്. കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അമ്മാമ്മയ്ക്ക് കളിക്കാൻ ഇനി പറ്റത്തില്ല, കള്ളക്കളി കളിച്ചതാണ്. ഇനി അവിടെ പോയിരുന്നു. ഓക്കെ, ചക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കറക്റ്റ് ആക്കും നോക്കാം. തക്കവും മുത്തും കൂടെ അടി കൂടാതെ ഇരിക്കുക. ചക്കയെല്ലാം വെച്ചാ കഴിഞ്ഞാ? ഒന്നും ശരിയല്ല, പൊക്കോ. ചക്കി ഗുഡ് ഗേളായിട്ട് ചെയ്യുന്ന കണ്ട. തക്കവും മുത്തുമാണ്. തക്കു വീണ്ടും വന്നിട്ടുണ്ട്. തക്കു അവിടെയൊക്കെ നോക്കിയിട്ട് ആരെങ്കിലും പറഞ്ഞു തരുമോ എടുക്കുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, ആരും പറഞ്ഞു കൊടുക്കുന്നില്ല, പാവം തക്കു. വേഗം വേഗം വെക്ക് തക്കു. തക്കു ഓരോന്നോരോന്നായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇപ്പം ഇച്ചിരി സ്പീഡായിട്ട് വെക്കുന്നുണ്ട് ഓരോന്നും. ഓക്കെ, ഒരെണ്ണം ശരിയാണ് വീണ്ടും. അയ്യോ, വീണ്ടും മതി. സോറി, ഞാൻ തെറ്റു. എന്നാലും ഒരെണ്ണം ശരിയാണ്. മുത്തിൻ്റെ കൂഴാണ്. മുത്ത് വീണ്ടും കളിക്കാൻ തുടങ്ങി. മുത്ത് എത്ര എണ്ണം ശരിയാക്കും നോക്കാം. മുത്ത് അങ്ങോട്ടും തിരിച്ചു ഇങ്ങോട്ടും തിരിച്ച് അങ്ങോട്ടും മറിച്ച് എടുത്തൊക്കെ വെക്കുന്നുണ്ട്. മുത്തിന് മുത്തിന് എത്ര ആയിരുന്നു ശരി? മുത്തിന് എത്ര ശരിയെന്നത് എന്തായാലും മുഴുവൻ ശരിയല്ലായിരുന്നു. ചക്കി അടുത്ത് കളിക്കാൻ തുടങ്ങി. ചക്കി എത്ര എണ്ണം ശരിയാക്കാൻ നോക്കാം. പിള്ളേരായിട്ട് ഇതേപോലെ കളിക്കുന്നതൊക്കെ അത്ര നല്ല എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വലിയവരൊക്കെ ആണെങ്കിൽ ഓക്കെ. പിള്ളേരെ മെനക്കി നിർത്തിയിട്ട് ഇതേപോലെ കളിപ്പിക്കുക എന്നൊക്കെ പറയുന്നതേ
കുറച്ച് പാടുള്ള കാര്യമാണ്. അതിൽ ചക്കയാണ് നല്ല കുട്ടിയായിട്ട് നിന്ന് ചെയ്യുന്നത് ഇപ്പം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂത്തത് രണ്ടിനേക്കാൾ. ചക്കയെല്ലാം വെച്ച് കഴിഞ്ഞാൽ ചക്കയ്ക്ക് ഒന്നും ശരിയില്ല. ഓക്കോ, വീണ്ടും തക്കു വന്നിരിക്കുകയാണ്. തക്കു വീണ്ടും അതിനകത്തുനിന്ന് തക്കു ചക്ക കഴിഞ്ഞ് തക്കുമായിരുന്നല്ലോ. മുത്താണോ കളിക്കുന്നത്? ഓ സോറി തക്കു, തക്കു അല്ല എന്ന് വിചാരിച്ചിട്ട് ചേച്ചീനെ കൊണ്ട് കളിപ്പിക്കാൻ. സാരമില്ല, തക്കു ബാക്കി നിൽക്കി, മുത്ത ഓരോന്ന് കളിക്കട്ടെ. തക്കു കളിക്കൂ. തെറ്റ് പറ്റിപ്പോയതാണെന്ന് തോന്നുന്നു. തക്കുവിന് ഒരെണ്ണം ശരിയാണ്. ചക്ക എല്ലായിടത്തും മാറ്റിയിട്ടാണ് കളിക്കുന്നത്. ചക്ക വേണ്ട ഒന്നേന്നും പറഞ്ഞ് വയ്ക്കുകയാണ്. ചക്ക എപ്പോൾ കളിച്ചാലും ചക്കയ്ക്ക് എല്ലായിടത്തും മാറ്റിയിട്ട് ഒന്നേന്നും പറഞ്ഞ് വെച്ച് കളിച്ചാലേ ചക്കയെ കൊണ്ട് പറ്റുള്ളൂ. കാരണം ചക്കയ്ക്ക് അല്ലാതെ ഒരു സമാധാനം കിട്ടുന്നില്ല മറ്റേവർ വെച്ചതിനകത്തെല്ലാം വെക്കാനായിട്ട്. എല്ലായിടത്തും മാറ്റിയിട്ട് അതിൽ നിന്ന് മാറ്റിയിട്ടേ വെക്കുള്ളൂ. അങ്ങനെ ചക്ക ഓരോന്നോരോന്നും വെക്കുന്നുണ്ട്. ചക്കയെല്ലാം വെച്ച് കഴിഞ്ഞോ? ഒന്നും ശരിയല്ല, പൊക്കോളൂ. മുത്തിൻ്റെ കൂവയാണ്. മുത്ത് ഓരോന്നോരോന്നായിട്ട് വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നേരത്തേനകത്ത് മുത്തിൻ്റെ ഇത് പറയാൻ വിട്ടുപോയി. ഇത്തവണ മുത്തിൻ്റെ ഇത് പറഞ്ഞ് മുത്തിന് ഒരെണ്ണം ശരി. തക്കു വീണ്ടും എല്ലായിടത്തും മാറ്റിയിട്ട് വീണ്ടും കളിക്കാൻ പോവുകയാണ്. തക്കു ആരെ നോക്കി കഴിഞ്ഞാലും കാര്യമില്ല, തക്കു തന്നെ ചെയ്യണം. അപ്പോൾ തക്കു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം ശരിയാണ് തക്കുവിന്. ചക്കി വന്നു, അവളെല്ലാം എടുത്ത് മാറ്റി. ഇനി ഒന്നേന്നും പറഞ്ഞ് വയ്ക്കാൻ തുടങ്ങും. ഓക്കെ, വേഗാട്ടെ. ചക്കി ഇപ്പോൾ ഓരോന്നോരോന്ന് വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് വയ്ക്കൂ. അടുത്ത് വെച്ചു, അതിൻ്റെ അടുത്ത് വെച്ചു, അതിൻ്റെ അടുത്ത് വെച്ചു, അടുത്തേം വെച്ചു. ചക്കിക്ക് ഒരെണ്ണം ശരിയാണ്. ചക്കി എങ്ങനെ ഒരെണ്ണം ശരിയാക്കി? മുത്ത് കളിക്കുകയാണ്. ചക്കിയുടെ സന്തോഷം കണ്ടോ ഒരെണ്ണം ശരിയായപ്പോഴത്തേക്കും? അയ്യോ അയ്യോ, ഒന്നും പറയണ്ട. മുത്ത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വെക്കുകയാണ്. മുത്ത് നോക്കുകയാണ്. നമ്മൾ പറഞ്ഞൊന്നും വരത്തില്ല, മുത്ത് തന്നെ വെച്ച് കഴിഞ്ഞാലേ ഉള്ളൂ. എന്തോ നോക്കുന്നത്? മുത്തിന് എത്രണ്ണം ശരിയുണ്ടായിരുന്നു? അയ്യോ, ശ്രദ്ധിച്ചില്ല. ചക്കി തക്കു കള്ളക്കളി. തക്കു ഇനി കളിക്കുന്നില്ല. തക്കു വെളിയിൽ പോയി നോക്കിയൊക്കെ വരുന്നത്. അപ്പോൾ തക്കു ഇനി കളിക്കണ്ട. ചക്കിക്ക് ഒന്നും ശരിയല്ല. തക്കു വീണ്ടും വന്നോ? തക്കുനോട് കളിക്കണ്ടെന്നല്ലേ പറഞ്ഞേ? എന്നാൽ ശരി, കളിക്ക്. തക്കു കള്ളക്കളിയാണ് കളിച്ചത്. കുഴപ്പമില്ല. തക്കുവിൻ്റെ ഓർമ്മയിലൊന്നുമില്ല എന്ന് മനസ്സിലായി കണ്ടതിൽ. തക്കുവിന് രണ്ടെണ്ണം ശരിയാണ്. ചേച്ചിയുടെ കളിയല്ലേ, ചേച്ചിയായിരുന്നു കളിക്കേണ്ടത്. ചക്കി കളിച്ചതിൻ്റെ ഇടയിൽ മുത്തായിരുന്നു. നല്ല മുത്ത് കളിക്കുന്നു. ഓക്കെ, താങ്ക് യു ചക്കി. ചക്കി മാറിക്കൊടുത്തു നല്ല കുട്ടിയായിട്ട്, ചേച്ചിയാണെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ മുത്തിഞ്ഞ് ഓരോന്നോരോന്ന് വയ്ക്കുകയാണ്. നോക്കട്ടെ മുത്ത് ഇതിൽ ഇനി ശരിയാക്കുമെന്ന്. ആരെങ്കിലും ഒരാൾ എന്തായാലും ശരിയാക്കിയല്ലേ പറ്റുള്ളൂ.
ഗെയിം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. ശരിയാക്കണം. നോക്കാം. മുത്ത് ആരാ നോക്കുന്നത്? ആരെ നോക്കിയിട്ടൊന്നും ചെയ്യാനൊന്നും പാടില്ല.